സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് മലയോര ഹൈവേ. 54 റീച്ചുകളിലായി നിർമ്മാണം നടക്കുന്ന മലയോര ഹൈവേയുടെ 2ാം റീച്ചിൽ ഇടുക്കിയിൽ വ്യാപക പരാതികളാണ് ഉയരുന്നത്. ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വിചിത്ര നിർമ്മാണങ്ങളും ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടി കിഫ്ബിക്ക് പരാതികൾ നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ. മലയോര കർഷക ജനതയുടെ ജീവനാഡിയാവേണ്ട മലയോര പാത, കരാറു കമ്പനിക്കാർ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണോ ഈ പാത പണിയുന്നത്? ഇല്ല എന്നാണ് പ്രദേശവാസികൾ. നമുക്കൊന്ന് പരിശോധിക്കാം. മഴയത്ത് ടാർ ചെയ്യുക, നിർമ്മാണ പ്രവർത്തനത്തിനെന്ന പേരിൽ ഉണ്ടായിരുന്ന ഭിത്തിക്കെട്ടുകൾ പൊളിച്ച് വീണ്ടും അതേ സ്ഥാനത്ത് കെട്ടുകൾ പണിയുക, വർഷങ്ങൾ പഴക്കമുള്ള കലിങ്കുകൾ പുതുക്കി പണിയാതിരിക്കുക, റോഡിന് കുറുകെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണാതിരിക്കുക, അങ്ങനെ നീളുകയാണ് വിചിത്രവും അശാസ്ത്രീയവുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അവസാനം ചോദ്യം ചെയ്ത് നാട്ടുകാർ രംഗത്തെത്തി. ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യത്തിനല്ല ഞങ്ങൾ നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് കിഫ്ബി പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യ മനോഭാവമാണ് അന്ന് ഇവിടെ ഇത് ജോലി നേതൃത്വം നോക്കാൻ വന്ന എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കാണുന്ന പടിക്കെട്ടും ഈ ഭിത്തിക്കെട്ടും കണ്ടില്ലേ, മുകളിലത്തെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. ഈ ഭിത്തിക്കെട്ട് നിർമ്മിച്ചപ്പോൾ ഇതിനൊപ്പം തന്നെ സ്റ്റെപ്പും നിർമ്മിക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം കാണിച്ചു വെച്ചതാണ് ഈ കാണുന്നത്. നമ്മൾ ശരിക്കും ഈ റോഡ് 9 മീറ്റർ ടാറിങ്ങും 3 മീറ്റർ ഐറിഷ് ഓടയും എന്നാണ് സർക്കാർ പറയുന്നത്. പല സ്ഥലങ്ങളിലും 3 മീറ്റർ ഐറിഷ് ഓട എന്നുള്ളത് പാലിച്ചിട്ടില്ല. 1/2 മീറ്റർ പോലും ഐറിഷ് ഓട ഇല്ലാത്ത സ്ഥലങ്ങൾ ഈ മലയോര ഹൈവേയുടെ പ്രദേശത്ത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം. 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്നവും അഭിമാനവുമായ പദ്ധതി. കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അലംഭാവത്തിനെതിരെ നാട്ടുകാർ രംഗത്തിറങ്ങേണ്ട അവസ്ഥ. കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന ഈ പദ്ധതി സ്വപ്ന പദ്ധതിയാണ്. അത് ഈ ഗവൺമെൻറ്റിന് തന്നെ ദോഷകരമായി മാറുന്ന തരത്തിലാണ് കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നത്. ഇതിനെ കടിഞ്ഞാണിടേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. യാത്രാ ദുരിതത്തിന് വിരാമമാവുന്നതോടൊപ്പം മലയോര മേഖലയിലെ ടൂറിസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും വാതിൽ തുറക്കേണ്ട മലയോര പാത. ഇവിടെയാണ് ഇത്തരം അശാസ്ത്രീയ പ്രവർത്തനങ്ങളും വിചിത്രമായ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പ്രദേശവാസികളുടെ ആശങ്കകൾക്ക് മുന്നിൽ സർക്കാർ കണ്ണടയ്ക്കാൻ പാടില്ല. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.